സ്വാഗതം. ഇന്ന് നമ്മൾ ശരിക്കും ഒരു പ്രത്യേക വിഷയമാണ് പരിശോധിക്കുന്നത്. സഹാനുഭൂതിയും ടെക്നോളജിയും ഒരുമിക്കുമ്പോഴുള്ള ഒരു നല്ല ഉദാഹരണം. അതെ. ടെക്സാസിലെ റൈസ് യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് കാഴ്ച നഷ്ടപ്പെട്ട ഒരു നായ, കുണ്ടേ എന്ന പേര്, അതിന് സഹായിക്കാൻ ഒരു ഉപകരണമുണ്ടാക്കി. അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അതെ, കുണ്ടേക്ക് ഗ്ലോക്കോമയായിരുന്നു. അതുകൊണ്ട് കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വന്നു. അപ്പോൾ അതിന്റെ ഉടമസ്ഥരാണ് ഈ കുട്ടികളുടെ അടുത്ത് സഹായം ചോദിച്ചത്. അവരുണ്ടാക്കിയത് ഒരു വൈബ്രോ വെസ്റ്റ് ആണ്. വൈബ്രോ വെസ്റ്റ് കേട്ടിട്ട് രസമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കുണ്ടയെ സഹായിച്ചത്? പിന്നെ എന്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം? നമുക്കതിലേക്ക് കടക്കാം. തീർച്ചയായും. കുണ്ടയുടെ പ്രധാന പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ കാഴ്ച പോയതോടെ അതിന് ധൈര്യമായിട്ട് നടക്കാനോ ഓടാനോ പറ്റുന്നില്ല. എവിടെയെങ്കിലും ഇടിക്കുമോ എന്നൊരു പേടി. അതിന്റെ ആ ഒരു പഴയ ഉഷാറൊക്കെ പോയി. ഓ, മനസ്സിലായി. അപ്പൊ അവിടെയാണ് ഈ വെസ്റ്റ് ഒരു ഹീറോ ആവുന്നത്. ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഇതിന്റെ വർക്കിംഗ് സിമ്പിളാണ്, പക്ഷേ നല്ല ബുദ്ധിയുണ്ട് അതില്. നായയുടെ തലയിൽ ഒരു ഹെൽമെറ്റ് പോലെ ഒരു ചെറിയ ഭാഗമുണ്ട്. അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഒരു ക്യാമറ? അതെ. ഈ ക്യാമറ ചുറ്റുമൊന്ന് സ്കാൻ ചെയ്യും. മുന്നിൽ എന്തെങ്കിലും തടസ്സമുണ്ടോന്ന് നോക്കും. എന്നിട്ട് ഈ ക്യാമറ കാണുന്നത് നായ എങ്ങനെ അറിയും? വൈബ്രേഷൻ വെസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതെ. ക്യാമറയിൽ നിന്നുള്ള ഈ ഡേറ്റ, അതായത് ആ തടസ്സത്തിന്റെ വിവരം, ഒരു ചെറിയ കൺട്രോൾ ബോർഡിലേക്ക് പോകും. ഈ ബോർഡ് ആ ഇൻഫർമേഷൻ എടുത്തിട്ട് നായ ഇട്ടിരിക്കുന്ന വെസ്റ്റില്ലേ, അതിൽ കുറെ വൈബ്രേഷൻ മോട്ടോറുകളുണ്ട്. 8 എണ്ണം. 8 മോട്ടോറോ? അതെന്തിനാ അത്രയും? അതാണതിന്റെ ഒരു ട്രിക്ക്. തടസ്സം എവിടെയാണോ, ഏത് സൈഡിലാണോ, ആ ഭാഗത്തുള്ള മോട്ടോർ മാത്രം വൈബ്രേറ്റ് ചെയ്യും. ഉദാഹരണത്തിന്, ഇപ്പൊ വലത് സൈഡിലാണ് മുന്നിൽ തടസ്സമെങ്കിൽ വെസ്റ്റിന്റെ ആ വലതുഭാഗം വൈബ്രേറ്റ് ചെയ്യും. ഓ, അപ്പോൾ ചുറ്റുമുള്ളവരെക്കുറിച്ചൊരു ടച്ചിലൂടെയുള്ള അറിവ് കിട്ടുന്നു. അത് തന്നെ, കൃത്യമായി പറഞ്ഞാൽ അതാണ്. പിന്നെ വേറൊരു കാര്യം, നായ ആ തടസ്സത്തോട് അടുത്തോണ്ട് വരുമ്പോൾ വൈബ്രേഷൻ കൂടും. അതിന്റെ തീവ്രത കൂടും. അതെ. അപ്പൊ നായയ്ക്ക് മനസ്സിലാവും, അടുത്താണ്, അപകടം കൂടുന്നുണ്ട്, മാറണം അല്ലെങ്കിൽ നിൽക്കണമെന്ന്. ശരിക്കും അത്ഭുതം തന്നെ. ഒരു നായയ്ക്ക് വൈബ്രേഷനിലൂടെ ചുറ്റുമുള്ളതിനെ മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുണ്ടേരെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി ഇത് വന്നതോടെ? ഓ, വലിയ മാറ്റം. അതിന്റെ ഓണേഴ്സ് പറയുന്നത്, ഈ വെസ്റ്റ് കിട്ടിയതിനു ശേഷം കുണ്ടെ പഴയ പോലെയായി. മുറ്റത്തും പാർക്കിലും ഒക്കെ ഒരു പേടിയുമില്ലാതെ ഓടി നടക്കാൻ തുടങ്ങി. സന്തോഷം കേൾക്കുമ്പോൾ. അതിന് നഷ്ടപ്പെട്ട ആ ഒരു ഫ്രീഡമില്ലേ, അതൊരു പരിധിവരെ തിരിച്ചു കിട്ടി. ഇത് കുണ്ടയുടെ കാര്യം മാത്രമല്ലല്ലോ, ഇതിന്റെ ഒരു പ്രാധാന്യം. അല്ല, ഇത് ശരിക്കും ഒരു വാതിലാണ് തുറന്നത്. കാഴ്ചയില്ലാത്ത മറ്റു മൃഗങ്ങൾക്ക്, എന്തിന് ഭാവിയിൽ ഒരുപക്ഷെ മനുഷ്യർക്കു പോലും ഉപകാരപ്പെട്ടേക്കാവുന്ന അസിസ്റ്റീവ് ടെക്നോളജികളുടെ സാധ്യതകളിലേക്കുള്ളൊരു വാതിൽ. കുറച്ച് കോളേജ് കുട്ടികളുടെ ഐഡിയയും കഷ്ടപ്പാടും ഒരു ജീവിയുടെ ജീവിതത്തിൽ ഇത്ര വലിയ മാറ്റം കൊണ്ടുവന്നു എന്നത്, അതൊരു വലിയ ഇൻസ്പിറേഷനാണ്. ശരിയാണ്. അപ്പോൾ ഈ വൈബ്രോ വെസ്റ്റ്, ഈ റൈസ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുടെ കണ്ടുപിടുത്തം, ടെക്നോളജിയെ എത്ര സ്നേഹത്തോടെ, ഒരു സഹാനുഭൂതിയോടെ ഉപയോഗിക്കാം എന്നതിന്റെ നല്ലൊരു ഉദാഹരണം തന്നെ. അതെ. അപ്പൊ നമ്മൾ സ്വാഭാവികമായും ഒന്ന് ആലോചിക്കും, ഈ മൃഗങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ഈ ടെക്നോളജി, ഇതിന്റെ സാധ്യത എവിടെ വരെ പോകും? ഇപ്പൊ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളുള്ള മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യം കൂട്ടാൻ ഇതുപോലത്തെ സിമ്പിളായ, വില കുറഞ്ഞ ടെക്നോളജികൾക്ക് ഭാവിയിൽ സാധിക്കുമോ? തീർച്ചയായും. അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സാങ്കേതിക വിദ്യയ്ക്ക് ഇങ്ങനൊരു മുഖം കൂടിയുണ്ടെന്ന് കാണിച്ചെന്ന ഈ കണ്ടുപിടുത്തത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.